ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് നീത. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഞാനും അമ്മയും കൂടെ ജസ്റ്റ് കവല വരെ പോവാം. അപ്പം ഞാൻ ഓർത്തു ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതങ്ങ് ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ആദ്യം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ പോകുന്നത് ഒരു മമ്മിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, അന്നേരം ഫോൺ എടുത്ത് അതങ്ങ് ഷൂട്ട് ചെയ്തു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് സ്കൈ. അങ്ങനെ അതിന് ശേഷം നമ്മൾ വന്നത് ഞങ്ങളുടെ ഞാലിയാവഴി കവലയിലുള്ള ഹെൻബർഗിലാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നെ ഓർഡർ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാനും മമ്മിയും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഈ ഒരു സിംഗർ ബർഗർ കോംബോ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഫ്രൈസും ബർഗറും ഒരു ചെറിയ പെപ്സിയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇവിടുന്ന് കഴിക്കാറുള്ള നോർമൽ ബർഗറായിരുന്നു കേട്ടോ, സിംഗർ അല്ല. അപ്പം ഇന്ന് കഴിച്ചിട്ടുണ്ട്, സിംഗർ കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്, ബട്ട് കുറേ നാൾ കൂടിയാണ് ഇന്ന് കഴിക്കുന്നത്. ഏതായാലും അത് ഡിലീഷ്യസ് ആയിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഈ ഇത്രയും വലിയ സൈസ് കഴിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും മുന്നിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു പാഴ്സൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു കേട്ടോ. കാരണം എല്ലാവരും നമ്മളെ നോക്കുമ്പം നമുക്ക് വാരി വലിച്ചൊന്നും തിന്നാൻ പറ്റത്തില്ല. അപ്പം മര്യാദയ്ക്ക് പതുക്കെ കാമായിട്ടിരുന്ന് വേണമല്ലോ കഴിക്കാൻ. അപ്പം ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി 1 മണിക്കൂർ എടുത്താണ് ഇത് കഴിച്ച് തീർത്തത് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കവലന്ന് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. ഓൾറെഡി എൻ്റെ കുറേ വ്ളോഗ്സിൽ നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ഈ ഒരു വീഡിയോയിൽ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ 1-2 സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പോസ്റ്റ് ആയതുകൊണ്ട് അത് നമ്മൾ പകൽ, അതായത് വെട്ടം ഉണ്ടായിരുന്ന സമയത്താണ് പോയത്. പകലെന്ന് പറഞ്ഞാൽ വെട്ടം ഉണ്ടായിരുന്ന സമയത്താണ് പോയത്. പക്ഷേ തിരിച്ച് വന്നപ്പം ഇരുട്ടായി. അവിടെ ആ ഒരു പോസ്റ്റ് കാരണം തിരിച്ച് വന്നപ്പം ഇരുട്ടായി. അത് കാരണം എനിക്ക് കുറേ സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ആകെ ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ആയിരുന്നു കേട്ടോ. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇവിടം വരെ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.